കലാസിപ്പാളയം ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ബസ് വന്ന് ഇറങ്ങിയത്. നേരെ അവിടെ നിന്ന് ഞങ്ങൾ കലാസിപ്പാളയം പൂവിൻ്റെ ഒരു മാസ്മരികമായ ഒരു ശേഖരം തന്നെയുണ്ട് അവിടെ. അതിലേക്കാണ് ഞങ്ങളുടെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നത്. നേരെ അതിരാവിലെ 7 മണിക്ക് തന്നെ ആ മാർക്കറ്റ് ഉണരും. അപ്പോൾ അവിടേക്ക് തന്നെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചു. പൂക്കളുടെ ആ വർണ്ണ കാഴ്ചകളുടെ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. നാട്ടിൽ ഭയങ്കര മഴയാണെങ്കിലും ബംഗളൂരുവിൽ കാലാവസ്ഥ ക്ലൗഡിയാണ്. അതിരാവിലെ പെയ്യുന്ന മഴയൊഴിച്ചാൽ മഴ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്രയിൽ മഴയൊരു ബുദ്ധിമുട്ടായതേയില്ല. പലതരം പൂക്കൾ വളരെ ഭംഗിയായി കോർത്ത് വെച്ചത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ വെറ്റില, തുളസി, മറ്റു പൂജാ സാധനങ്ങൾ എല്ലാം തന്നെ വൃത്തിയിൽ അടക്കി വെച്ചിട്ടുണ്ട്. പൂക്കളുടെയും പൂജാ സാധനങ്ങളുടെയും എല്ലാം ചേർന്നുള്ള മണം നമ്മളെ വല്ലാതെ കോരിത്തെരിപ്പിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത അത്രയും പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും പല നിറത്തിലുള്ളത്. അതെല്ലാം കൊതി തീരും വരെ ആസ്വദിച്ചിങ്ങനെ നടന്നാൽ സമയം പോകുന്നതേ അറിയില്ല. പ്രത്യേകിച്ച് ഒരു ചെറിയ തണുപ്പും കൂടി ആകുമ്പോൾ എല്ലാ പൂക്കളും വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുവരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. രാവിലെ തന്നെ ഇവിടെ ആളുകൾ പൂക്കൾ വാങ്ങിക്കാനായി എത്താറുണ്ട്. കാരണം അവരുടെ കടകളിലും വീട്ടിലും എന്നുവേണ്ട വാഹനത്തിലുമെല്ലാം പൂക്കൾ അലങ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവരുടെ ആചാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമുക്കിതൊരു ആനന്ദത്തിനും സന്തോഷത്തിനുമുള്ള വകയാണെങ്കിലും ഇവർക്കിതൊരു ജീവിതോപാധി മാത്രമാണെന്ന് ഞാൻ എപ്പോഴോ ഒരു നിമിഷം ഓർത്തുപോയി. നമ്മുടെ നാട്ടിൽ പൂവിൻ്റെ അളവ് ഒരു മുളമാണെങ്കിൽ ഇവിടെ 2 കൈ അകലമാണ് വില. അതായത് ഒരു കൈയിൻ്റെ അറ്റം മുതൽ മറുകൈ അറ്റം വരെ അതുതന്നെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. ഓരോ കച്ചവടം ചെയ്യുന്ന ചേച്ചിമാരും കൗതുകത്തോടെ എന്നെ നോക്കും. കാരണം ഞാൻ അവരുടെ അടുത്ത് നിന്ന് പൂ വാങ്ങിക്കുമെന്ന് പ്രതീക്ഷയോടെ. പക്ഷേ അവരുടെ അടുത്ത് നിന്ന് ഞാൻ മാറുമ്പോൾ അവരുടെ മുഖം വാടും. പക്ഷെ അവരുടെ കയ്യിലുള്ള പൂക്കൾ വീണ്ടും വിരിഞ്ഞു തന്നെ നിൽക്കും, അടുത്ത ആളെ തേടി. അവർക്കറിയില്ലല്ലോ എനിക്ക് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന്. അത് തന്നെയാണ് എന്നെ നൊമ്പരപ്പെടുത്തുന്നതും.